ഞാനിന്നിപ്പോൾ എന്നാ ഇവിടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു തേങ്ങ ഇറക്കാനില്ല. ഇന്നലെ ഞാൻ തേങ്ങ പറിക്കുന്നവനോട് ചോദിച്ചു, ഒരിക്കൽ പറിച്ചു തരുമോ ചോദിച്ചിട്ട് ഓമ്പൊന്നും പറിച്ചു തന്നില്ല. അപ്പോൾ എനിക്കിന്നിപ്പോൾ കറി വെക്കാൻ തേങ്ങയില്ല. നാളെ രാവിലെ കറി വെക്കണമെങ്കിൽ ഇനിയിപ്പോൾ അതൊന്ന് പറിച്ചു നോക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. കിട്ടുമോ നോക്കട്ടെ. ഇതിൻ്റെ മേലെയാണ് വലിയ തെങ്ങാണ്, ഇപ്പുറം കൊണ്ട് തെങ്ങ്. നല്ല തൽക്കാലം കൊക്കൊക്കെ എത്തുന്നതാണെങ്കിൽ ഞാനൊന്ന് കൊക്ക കെട്ടി പരിക്കാൻ ചെയ്യാം. നിങ്ങളൊന്ന് കാണിച്ചു തരുകയും ചെയ്യാൻ വെച്ചിട്ടാണ്. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, കാണിക്കാനാണ്. നമുക്കൊന്ന് പറിച്ചു നോക്കട്ടെ. എന്നാൽ നോക്കട്ടെ. നിങ്ങൾ കണ്ട തേങ്ങ കണ്ട അങ്ങതാ തേങ്ങ കണ്ട. തേങ്ങ കണ്ട തേങ്ങ പരിക്കാൻ അതാണ് അവിടെ തേങ്ങ. അതിൻ്റെ മേലെ കണ്ട തേങ്ങ അതാണ് ഇപ്പോൾ പരിക്കേണ്ട തേങ്ങ. ഞാൻ ഒന്ന് പരിക്കട്ടെ, നോക്കട്ടെ കിട്ടുമോ നോക്കട്ടെ. ഒരു തേങ്ങ എല്ലാവരോടും പറഞ്ഞ് നമുക്കിപ്പം പരിക്കാൻ കഴിയാഞ്ഞാൽ പിന്നെ ആർക്കും പറിച്ചു തരാൻ ആളില്ല. അന്നേരം പിന്നെ ഞാൻ ഇപ്പം എനിക്ക് കഴിയാതെ കൊണ്ടാണ്. ഇപ്പോൾ അത്ര ഇല്ലിക്കുണ്ടെങ്കിൽ ഞാൻ കൊക്ക കെട്ടി 2 കൊക്കയിലും കെട്ടിയിട്ട് ഞാൻ പരിക്കും. പക്ഷേ എനിക്കിപ്പം പരിക്കാൻ കഴിയുന്നില്ല. എൻ്റെ അവസ്ഥ ഇതാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഞാൻ പരിക്കണമെന്ന് കാണിച്ചാൽ. വലിയ തെങ്ങാണ്. ആ തെങ്ങിൻ്റെ മേലെ കയറിയിട്ട് പരിക്കണ്ടെങ്കിൽ പണി വരുത്തിയെടുക്കണം. ഞാൻ ചെറിയ തെങ്ങില്ല. ഞാൻ വലിയ തെങ്ങുമ്പിൽ 2 കൊക്കയിലും കെട്ടി ഒരച്ചും എപ്പം പരിക്കുന്നതാണ്. ഈ ടൈമിലെല്ലാം ഞാൻ പരിക്കുന്നതാണ്. പക്ഷേങ്കിൽ എനിക്ക് ഇപ്പം അവസ്ഥയായത് ഇനിയിപ്പോൾ ഒന്നും തീരെ അരക്കാനില്ല. ഒരു തേങ്ങയും പരിക്കാൻ കിട്ടുമെന്ന് നോക്കട്ടെ. കിട്ടുന്നുള്ള ഉറപ്പൊന്നുമില്ല എനിക്ക്. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ. ഇതാണ് പരിക്കുന്നത് തേങ്ങ ഉണ്ടോ. അതാണ് തേങ്ങ പരിക്കാൻ. ആ തൈയാണ് പരിക്കേണ്ടത്. ഇത് കണ്ടേ. അതൊന്ന് പരിക്കാൻ നോക്കട്ടെ. കിട്ടുമോ നോക്കട്ടെ. ഉറപ്പൊന്നുമില്ല. കിട്ടുന്നുള്ള ഉറപ്പൊന്നുമില്ല. ഞാൻ നോക്കട്ടെ. തേങ്ങ തേച്ച് ഇങ്ങോട്ടേക്ക് തിരിക്കുക. ഒന്ന് കിട്ടി. ഇനിയിപ്പോൾ ഒന്നും കൂടി ഉണ്ട്. അവിടെ അത് പരിക്കട്ടെ. നമുക്ക് നോക്കാലേ. കിട്ടുമോ നോക്കാലേ. ഇതാ ഇങ്ങനെയാണ് ഞാൻ തേങ്ങ പരിക്കൽ. കണ്ടല്ലേ നിങ്ങൾ. ഇതാ തേങ്ങ കണ്ട. ഇത് 2 തേങ്ങ കിട്ടി. ഇതിപ്പോൾ തൽക്കാലം നമ്മൾ ഒരു ദിവസം ഇറക്കലിനായില്ലേ. 2 ദിവസം ഇറക്കലിനായില്ലേ. അതിപ്പോൾ ചെറിയൊരു കാര്യമാണ്. അല്ലല്ലോ. 2 തേങ്ങ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഇതാ 2 തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതാ 2 തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതാ 2 തേങ്ങ കിട്ടിയിട്ട്. ഒരു തേങ്ങ അതാ കണ്ടാ. ഇതാ ഒരു തേങ്ങ. ഇതാ കണ്ടാ. ഇതാ കണ്ട. ഇതാ ഒരു തേങ്ങ. ഇതാ ഇത് കണ്ട. ഒരു തേങ്ങ. ഇതാന്നൊരു തേങ്ങ. നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. ഇതാണ് തേങ്ങ പരിക്കുക. നമുക്കിപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ ഉറപ്പും ധൈര്യവും ഉണ്ടെങ്കിൽ എല്ലാ പണിയും നമുക്ക് എടുക്കാം. ഒരു തേങ്ങ. ഇതാ കണ്ട. ഇതാന്നൊരു തേങ്ങ. ഇത് ഞാൻ അങ്ങോട്ട് ഇട്ടേ. ഇനിയിപ്പോൾ ഒന്നും കൂടി ഉണ്ട് ഇടാം. അതും കൂടി എടുക്കട്ടെ. എന്നിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ തെങ്ങ്. ഇതാ കണ്ടാ. ഇതാ കണ്ട. ഇതാ കണ്ടാ. ഇത് കണ്ട. 2 തേങ്ങ ഇനിയിപ്പം പറിച്ചിട്ട് കിട്ടിയത്. അത് 2 ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇട്ടേ. എനിക്ക് എടുത്തിട്ട് പോകാനാവില്ല. കണ്ടാ. അങ്ങ് ഉരുട്ടി ഒന്ന് ഇതാക്കാം. കണ്ടാ. അങ്ങ് എത്തി. കണ്ടാ. പോന്ന പോക്ക് വേണ്ട. അങ്ങനെയാണ് ഇപ്പം ഞാനിതിപ്പോൾ കൊണ്ടുപോകാൻ വരുമായിട്ട്. എനിക്കിത് നല്ല അങ്ങ് എത്തേണ്ടിക്ക് തന്നെ പണി വരുത്തുന്നുണ്ട്. നിങ്ങളിപ്പം കണ്ടില്ലേ തേങ്ങ. 2 തേങ്ങ ഞാനിപ്പം പറിച്ചു. നിങ്ങൾക്ക് ആവോ ഇങ്ങനെ പരിക്കുക. നിങ്ങളും ഇങ്ങനെ ആൾ വരുന്നില്ല എന്ന് കാണുമ്പോൾ നിങ്ങളും ഇങ്ങനെ തന്നെ പരിക്കണം. എല്ലാവരും ഇനി മനക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാം ആകുന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. എല്ലാവരും എന്ത് കാര്യത്തിനായാലും ആണുങ്ങൾക്ക് മാത്രമല്ല എല്ലാ പെണ്ണുങ്ങൾക്കും ആവും എന്നുള്ളത് കാണിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയൂ. അതുകൊണ്ട് എല്ലാവരും പണിയെടുക്കണം, നോക്കണം. ഇത് കണ്ടുവാ എൻ്റെ പറമ്പ. ഇത് കണ്ട വാഴ, നേന്ത്രവാഴ. ഇത് കണ്ട കഴിഞ്ഞ കൊല്ലത്തെ നട്ട നേന്ത്രവാഴ. ഇതാ ഇപ്പം നട്ട നേന്ത്രവാഴ. ഇതാ അടിയുണ്ട്. ഇത് കഴുങ്ങും തെയ്യാണ് കണ്ട. മറ്റ് മേലത്തെല്ലാം റബ്ബറാണ് കണ്ടില്ലേ. ഇത് മുമ്പൊരു വലിയൊരു ആലയുണ്ടായിരുന്നു. അതായിരുന്നു അത് പൊളിച്ചു. പശുവില്ല, 2 പശുക്കളുണ്ടായിരുന്നു. അപ്പുറത്തേത് ആലയാണ്. അതിപ്പോൾ ഞാൻ കൂടിയാക്കിയിട്ടു. ഇത് കണ്ട. ഇത് തേങ്ങ പറിക്കേണ്ട വലിയ തെങ്ങ കണ്ട. വാഴ കണ്ട. ഇതാ
ഒരു പപ്പായ മരം കണ്ട, നമ്മളൊരു പപ്പായ മരം കണ്ട, കണ്ട, 2 തെങ്ങ് തേങ്ങ ഇപ്പം കിട്ടി. ഇപ്പോൾ പൈസ കൊടുത്ത് ഓടിക്കുന്നത് ആണെങ്കിൽ 50 ഉറുപ്പ്യ കൊടുക്കണ്ടേ? ഈ മക്കേരിയ 50 ഉറുപ്പ്യാണ് ഇപ്പം കൂലി. 50 ഉറുപ്പ്യ നമുക്ക് കിട്ടിയില്ലേ? അതാണ് അതിൻ്റെ ഇത് കണ്ട, കഴുങ്ങും തയ്യ ഇത് കണ്ട, കഴുങ്ങാണ്. ഇത് നെല്ലി മരമാണ്, അത് ഒരു നെല്ലി മരം ഞാൻ നട്ടതാണ്. ഇതായത് നെല്ലി മരം, ഇതെല്ലാം കഴുങ്ങും തയ്യാണ് കണ്ട. നെല്ലിക്ക നടുക്ക് തൈ കിട്ടിയത് നട്ടതാണ്. ഇത് നെല്ലി, ഇത് കണ്ട, കഴുങ്ങും തൈ കണ്ട. ഇതാണ് നെല്ലി മരം, വലിയ നെല്ലിയാണ് കണ്ട. നെല്ലി നേരം ഞാൻ നട്ടതാണ്, 2 കൊല്ലം കഴിഞ്ഞു. ഇതും അതെ, 2 ഒപ്പരം നട്ടതാണ്. അവിടെ ഒരു ചെറുനാരങ്ങുണ്ട്, അത് കണ്ട, അത് പോയി. അപ്പുറം ഇത് കഴുങ്ങും തയ്യാണ്, ഇതെല്ലാം കഴുങ്ങും തയ്യാണ്. ഞാൻ നട്ടത് തന്നെയാണ് ഇതെല്ലാം. പപ്പായ മരം കണ്ട, അത് കണ്ട, അതെല്ലാം ഒരുപാടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് തേച്ച് പറിച്ചിട്ടാണ്. ഇപ്പം നിറച്ചും ഇങ്ങ് തായലോളം ഉണ്ടായിരുന്നു. ഒക്കെ വെട്ടിട്ട് കൈമ തന്നെ എടുത്ത് പരിക്കലാണ്, കുറേ ദിവസം പരിക്കും. ഇത് കണ്ട, ഇതാണ് കഴുങ്ങും തയ്യ. അതൊരു വാഴ, അത് ഒരു ചാമ്പങ്ങയാണ്, ഞാൻ നട്ടതാണത് കണ്ട. വെള്ളം ഒഴിച്ചിട്ട് എനിക്ക് ഇക്കെല്ലാം വെള്ളം അടിച്ചില്ല. വെള്ളം അടിക്കാൻ നോക്കണത്തിന് എനിക്ക് നടക്കാനാവാത്തതുകൊണ്ട് വെള്ളം അടിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ്. ഇതിപ്പം കണ്ട, തേങ്ങ കണ്ടില്ലേ? ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് പരിക്കാൻ കഴിയുക. നമുക്ക് ഒരാളെ മനാശിയില്ലാണ്ട് തന്നെ പോകാമല്ലോ. ഇത് കണ്ടില്ലേ നിങ്ങളിപ്പം? കണ്ടില്ലേ തേങ്ങ? ഇത് കണ്ട, ഇതാണ് ഞാൻ മിഞ്ഞാന്ന് ചാണകം കലക്കി വെച്ച ചീര കണ്ട. അത്ര ഇന്നേക്ക് വളർന്നിട്ടുണ്ട്, ഇത്രയും വളർന്നു കണ്ടാ. ഇത് കണ്ട നിങ്ങൾ കണ്ടാ, വളർന്നിട്ടുണ്ട്. ഇപ്പം നല്ല കാണാനായില്ലേ? ഇപ്പം ചെറിയത് നട്ടി അത്രയും ദിവസമായിട്ട് ഒരാഴ്ച കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇത്രയായില്ലേ? ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് നമുക്ക് പൊട്ടിക്കാനാവും. ഇത് കണ്ട, ചീര ഉണ്ടോ? ചീര ഉണ്ടില്ലേ? ചീര ഉണ്ടല്ലേ? നല്ല കണ്ടോ, ചീര ഉണ്ടില്ലേ? ഇതാണ് ചീര കണ്ടോ, നല്ല ഉഷാറിൽ. ഇനിയിപ്പം വേഗം പായും. ഇപ്പം ചാണകം കുഴക്കി കൊടുക്കുന്നല്ലേ ഉള്ളൂ. അത്രല്ലേ ദിവസമായില്ല, ഒരാഴ്ച അതിൽ പറിച്ച് കേട്ടിട്ട്. ഇനിയിപ്പോൾ അത് വേഗം ഇനിയിപ്പം ആവും. ഇത് കണ്ടില്ലേ നിങ്ങൾ? ഇതാ എൻ്റെ പറമ്പ് കണ്ട, നല്ല എന്തൊരു കാണാനൊരു ഇതുണ്ട് കണ്ട. എല്ലാ അനുഭവങ്ങളും എല്ലാം ഇഷ്ടംപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പച്ചക്കറിയുണ്ട്, പിന്നെ കഴുങ്ങ്, തെങ്ങ്, വാഴ എല്ലാം ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം നിങ്ങൾ കണ്ടില്ലേ? എല്ലാം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് മുഴുവനും. ഇതെല്ലാം വാഴ കൊല വലിച്ചിട്ടുണ്ടാക്കാം. അപ്പുറത്തെ ഭാഗത്ത് കൊല കാണണം നിങ്ങൾക്ക്? വാഴക്കൊല കണ്ട, അവിടെ ഒരു കൊല കണ്ടില്ല? കാണുന്നുണ്ടോ എന്ന് അറിയില്ല. കൊല കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാൻ നോക്കുന്നില്ല. അത് കാണാൻ നമുക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കപ്പ. ഞാൻ ചാക്കിൽ നട്ട കപ്പ പൊടിച്ച് വരുന്നുണ്ട്, നല്ല നന്നായിട്ട് വരുന്നുണ്ട്. കഴുകും തയ്യ ഇതെല്ലാം കണ്ട, ഇതെല്ലാം നന്നായിട്ട് വരുന്നുണ്ട് കണ്ട. നല്ലപോലെ നന്നായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ? ഇത് കണ്ട, ഇതാണ് ഇതിൻ്റെ അകത്ത് നട്ടേ. പിന്നെ കരിയിലയിൽ ഇട്ടിട്ട് നട്ടതായിട്ട് കണ്ട, അത് കണ്ട, അതാണത്. ഇപ്പം ഞാൻ നട്ടേ ഇതാണ്. അതിനൊന്നും ഒരു പണി എടുത്തില്ല, പണി എടുക്കണത്രേ. നിങ്ങൾ കണ്ടില്ലേ? അതാ തെങ്ങും തൈ, അത് വേറെ ഏതാ കഴുങ്ങും തൈ, കഴുങ്ങിൽ നട്ടിട്ട് നല്ല കറുപ്പ് പിടിച്ച, നല്ല കഴുങ്ങെന്ന് പറഞ്ഞാലും പോരാ, നോക്കിയാൽ നല്ല കറുത്ത കറുപ്പ് പോലത്തെ കറുപ്പ് പിടിച്ച കഴുങ്ങും വാഴ വേണ്ട കഴുങ്ങും തൈ അങ്ങോളം എല്ലാം നല്ല ഭംഗിയില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ വാഴയുണ്ട്, ഇഷ്ടംപോലെ വള്ളിയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. കൊല ആടിയുണ്ട്, കൊലയെല്ലാം വീണിട്ട് കുറേ. അവിടെ കണ്ട ഒരു കായ് കണ്ട ഒരു കൊല കണ്ട അവിടെ അങ്ങ് അപ്പുറത്തെ ഭാഗത്തുണ്ട്. എനിക്ക് അങ്ങ് പോകാൻ കഴിയില്ല, അതുകൊണ്ടാണ്. ഇതെല്ലാം നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് എൻ്റെ ഇത് വീണ് പൊടിച്ചൊരു കുമ്പളാണ് കണ്ടാ. അങ്ങനെ കഴിഞ്ഞ പോലെ നട്ടിട്ട് പോയി, അത് ഉണങ്ങിയെടുത്ത് ഇപ്പെല്ലാം വെള്ളവും പറന്ന് നട്ടിട്ട് ഇങ്ങനെ വരുന്നതാണ്. മുടി പൊട്ടുന്നുണ്ട്, അടയിലെ ഇങ്ങനെ കായ് ഉണ്ടാവാൻ തുടങ്ങി. അടയെല്ലാം പൊട്ടുന്നുണ്ട്, ഇതെല്ലാം ഇങ്ങനെ ആകുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ? ഇതാണ് എൻ്റെ പച്ചക്കറി കണ്ടില്ലേ നിങ്ങൾ? ഇതെല്ലാം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഇനി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നിങ്ങൾക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ പിന്നെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി നാളെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും നന്ദി, നമസ്കാരം.